കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നതോ, യുവാക്കൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതോ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നേരിടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ കൂടുന്ന ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ വീഡിയോ ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും പാഴാകാതെ എടുക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ശാന്തിവിള ദിനേശൊക്കെ പറയുന്ന പോലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അഴിക്ക ചെറുക്കൈ തന്തയേക്കാൾ മോശം എന്ന് പറയുന്ന ടോണില് അഴിക്ക മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രിയേക്കാൾ ക്രൂരനാണ്, ധാർഷ്ട്യക്കാരനാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി. പക്ഷെ ആ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും അവരിങ്ങനെ കുറിച്ച് കാണുന്നുണ്ട്. അതിലല്ല, അപ്പൊ നേരത്തെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെയാണ് എന്ന ഒരു സമ്മതം കൂടിയാണ് അവർ അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ വി.ഡി. സതീശനെ അദ്ദേഹത്തിന്റെ ചിരി എവിടെയാണ് മങ്ങുന്നത്, അദ്ദേഹത്തിന്റെ മുഖം എവിടെയാണ് മാറുന്നത്, അതിങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടി കുറെ ക്യാമറ കൂട്ടങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ചിരിക്കുന്നതൊക്കെ വെറുതെയാണ്, യഥാർത്ഥത്തിൽ ഉള്ളിൽ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ക്രൂരൻ ധാർഷ്ട്യക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെ അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവിടെ വളരെയധികം നടക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം ഇവർ ഇതിലൂടെ സമ്മതിക്കുകയാണ്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പൊ ഇനി ഇദ്ദേഹവും അതുപോലെ തന്നെയാണ്, അല്ലാതെ വലിയ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതിയുന്നത്, അതേ ഒരു മനുഷ്യനല്ലേ, മുഖ്യമന്ത്രി ആയി എന്ന് കരുതിയിട്ട് ഇത്രയധികം തിരക്കിൽ ഈ ക്രൗഡഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മൈക്ക് കൊണ്ടുപോയി കുത്തി അദ്ദേഹത്തെ വയലന്റ് ആക്കിക്കുന്ന, ഒരു മനുഷ്യനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാമോ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇനി അഥവാ ഉള്ളിൽ നാഗവല്യം ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്ത് വരണം, അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പൊതിഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം എത്രയൊക്കെ എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ശാന്തനാണെന്ന് പറഞ്ഞാലും ശരി, എത്രയൊക്കെ സമാധാനപ്രിയനാണെന്ന് പറഞ്ഞാലും ശരി, ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും അവരുടേതായ ഒരു സ്വകാര്യതയോ ഒരു ഇച്ചിരി സമാധാനം ആഗ്രഹിക്കാത്തവരാരാണ്? ഇപ്പൊ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനെ പൊതിയുകയാണ്. നമുക്ക് തന്നെ ശ്വാസം മുട്ടും അത് കാണുമ്പോൾ. ഇങ്ങനെ പോയി നിങ്ങൾ ഈ മൈക്കും കൊണ്ട് അദ്ദേഹത്തെ പൊതിയുന്നവർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മുന്നിൽ പോയി ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കുമായിരുന്നോ എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കാൻ ഇറങ്ങുക. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ ഏതൊക്കെയോ ഓൺലൈൻ ചാനലുകളിൽ ഇരുന്ന് പറയുന്നുണ്ട്, വി.ഡി. സതീശന്റെ ചിരിക്കുന്ന മുഖമല്ല, അദ്ദേഹം ഫ്രോഡാണ് എന്നൊക്കെ. അതായത് ഒരു സമയം വരെ പിണറായി വിജയനെ തെറി പറഞ്ഞും CPM-നെ കുറ്റം പറഞ്ഞും ഇരുന്ന ഒരു തൊട്ടടുത്ത സെക്കൻഡിൽ പിണറായി വിജയൻ ദൈവമായി മാറുകയും വി.ഡി. സതീശൻ ഫ്രോഡായി മാറിയ ആ സരിൻ പറയുന്നു വി.ഡി. സതീശനെ ഫ്രോഡെന്ന്. ആ സരിന് എത്ര യോഗ്യതയാണ് അങ്ങനെയൊക്കെ പറയാനെന്ന് അറിയില്ല. അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് നല്ലതാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തെ സ്വസ്ഥമായിട്ട് മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടി ചെയ്യാൻ വിടുക എന്നുള്ളതാണ്. ഇങ്ങനെ കുത്തിഞ്ഞെറി, കോൺഗ്രസിന്റെ ഒരു പ്രശ്നം അതാണ്, എല്ലാം കൂടെ കുത്തിഞ്ഞെറുകി. നമ്മളിപ്പോ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബൈറ്റ് കാണുമ്പോൾ തന്നെ അതിന്റെ പുറകിൽ ഇങ്ങനെ കുറെ ആൾക്കാർ കുത്തിഞ്ഞെരുങ്ങി നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, കോൾഗേറ്റിന്റെ പരസ്യം പോലെ. എന്തിനാണ് അങ്ങനെ നിൽക്കേണ്ട ആവശ്യം? ഒരു നേതാവിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരോ ആകട്ടെ, അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് പോയി പുറകെ ചിരിച്ചുകൊണ്ട് നിന്ന് ഇനിയും പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതെ അദ്ദേഹത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുക. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഈ നാടിന് വേണ്ടി ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കുക. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി ദൃശ്യങ്ങൾ പകർത്താൻ നടക്കുന്നവരെക്കാൾ മുഖ്യമന്ത്രി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ കുത്തിത്തള്ളുന്ന ആൾക്കാരെയാണ്. ഒരു ദൃശ്യത്തിൽ ഇങ്ങനെ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ തള്ളി പിടിക്കുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് നീക്കി മാറ്റുന്നത്. ഈ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഉന്തും തള്ളും, ആ ഒരു ഇറിറ്റേഷനെയോ ചൂട് കാലത്ത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമല്ലേ മുഖം വല്ലാതാകുന്നത്. അതിനെയൊക്കെയാണ് എടുത്ത് ധാർഷ്ട്യക്കാരനെന്ന് പറയാൻ വേണ്ടി സ്ഥാപിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് നാടിന് വേണ്ടി എന്നുള്ളത് കാണാൻ വേണ്ടി ജനം ഉറ്റുനോക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ബാലിശമായ കാര്യങ്ങൾ കരുതിക്കൂട്ടി ചെയ്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് കരുവാരി തേക്കാനുള്ള ശ്രമങ്ങളെ കോൺഗ്രസ്സുകാരും
വി ഡി സതീഷിനെയും കോൺഗ്രസിനെയും UDF-നെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒന്ന് മനസ്സിലാക്കുക എന്നൊരു അപേക്ഷയുണ്ട്.